13ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഗവർണർ പി സദാശിവത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നാളെ തുടക്കമാകും. ആ ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അവസാന ബജറ്റും അവതരിപ്പിക്കും. അതേസമയം സോളാർ ബാർക്കോഴ വിഷയങ്ങളിലുള്ള ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്താൽ സഭ പ്രക്ഷുബ്ധമാകും. 13ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിനാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമാകുന്നത്. രാവിലെ 9 മണിക്കാണ് ഗവർണർ പി സദാശിവം നയപ്രഖ്യാപന പ്രസംഗം നടത്തുക. ഫെബ്രുവരി 5 മുതൽ 25 വരെ ആകെ 14 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പ്രധാനമായും ബഡ്ജറ്റ് അവതരണവും വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കലുമാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. ഫെബ്രുവരി 8-ന് അന്തരിച്ച മുൻ സ്പീക്കർ AC ജോസിന് ആദരാഞ്ജലി അർപ്പിക്കും. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത് 9-നാണ്. ഫെബ്രുവരി 12-ന് ബജറ്റ് അവതരണം നടക്കും. തുടർന്ന് ബജറ്റിന്മേൽ ചർച്ചയുമുണ്ടാകും. 13ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമായതിനാൽ ബജറ്റ് അവതരണത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താനൊരുങ്ങുകയാണ് ധനമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി. പക്ഷേ സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം മുതൽക്കേ ശക്തമായ പ്രക്ഷോഭം സഭയ്ക്കകത്തും പുറത്തും സംഘടിപ്പിക്കാൻ LDF തയ്യാറെടുക്കുന്നു. സോളാർ കേസിലെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിലെത്തുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകും. ബാർക്കോഴയിൽ ആരോപണ വിധേയരായ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയുടെയും VS ശിവകുമാറിൻ്റെയും രാജിയും പ്രതിപക്ഷത്തിന്റെ മറ്റൊരായുധമാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗ ദിനത്തിൽ തന്നെ സഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ അരങ്ങേറുമെന്നത് പറയാതെ വയ്യ. സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പ്രതിപക്ഷമൊരുങ്ങുമ്പോൾ അതിനെ ഏത് രീതിയിൽ ഭരണപക്ഷം പ്രതിരോധിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ അവസാന സഭാ സമ്മേളനമാണ് ഇക്കുറി നടക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സഭ പ്രക്ഷുബ്ധമാകും എന്നതിൽ തർക്കമില്ല. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനൂർ. ജസ്റ്റിസ് പരിപൂർണന്റെ നിര്യാണത്തെ തുടർന്ന് സോളാർ കമ്മീഷന്റെ ഇന്നത്തെ സിറ്റിംഗ് മാറ്റി. സോളാർ കമ്മീഷൻ മുൻപാകെ സരിത നായർ നാളെ വീണ്ടും ഹാജരാകും. ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട രഹസ്യവിവരങ്ങൾ മുദ്രവെച്ച കവറിൽ സരിത കമ്മീഷന് കൈമാറിയേക്കും. താൻ കമ്മീഷന് നൽകിയ മൊഴിയെ സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും ഇതോടൊപ്പം കമ്മീഷന് നൽകുമെന്ന് സരിത നേരത്തെ അറിയിച്ചിരുന്നു. കമ്മീഷന്റെ വിസ്താരം അവസാനിച്ച സാഹചര്യത്തിൽ സർക്കാർ അഭിഭാഷകനും കക്ഷികളുടെ അഭിഭാഷകരും സരിതയെ ക്രോസ് വിസ്താരം ചെയ്യും. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി എന്നിവരെയും കമ്മീഷൻ കാണും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെട്ട സംഘം സംസ്ഥാനത്തെത്തിയത്. കേന്ദ്രത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ നസീം സെയ്ദിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി സംസ്ഥാനത്തെത്തിയത്. ഇന്ന് സംഘം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ചർച്ച നടത്തും. രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായുള്ള ചർച്ച. അംഗീകൃത പാർട്ടിയുടെ ഓരോ പ്രതിനിധിയെ വീതം കമ്മീഷൻ വെവ്വേറെ കൂടിക്കാഴ്ചയും നടത്തും. 11:30 മുതൽ 2 മണിവരെ ജില്ലാ കളക്ടർമാരുമായും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 4 മണിവരെ ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി എന്നിവരെയാകും കമ്മീഷൻ കാണുക. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ AK ജ്യോതി, ഓംപ്രകാശ് റാവത്ത് എന്നിവർക്ക് പുറമെ ഡെപ്യൂട്ടി കമ്മീഷണർമാരും IT വിഭാഗം ഡയറക്ടർ ജനറലും സംഘത്തിലുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കു മുൻപും കമ്മീഷൻ അതാത് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്താറുണ്ട്. ഇതനുസരിച്ചാകും തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വക്കത്ത് അക്രമികൾ മൃഗീയമായി നടുറോഡിൽ കൊലപ്പെടുത്തിയ ഷബീറിന്റെ വീട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. ഷബീറിനൊപ്പം ആക്രമിക്കപ്പെട്ട ഉണ്ണികൃഷ്ണനെയും കോടിയേരിയും സംഘവും സന്ദർശിച്ചു. ആനത്തലവട്ടം ആനന്ദൻ, ആറ്റിങ്ങൽ MLA സത്യൻ എന്നിവരും കോടിയേരിക്കൊപ്പമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട ഷബീറിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സർക്കാർ അനുവദിക്കണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ ചേർന്ന വനിതാ പാർലമെന്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പായി. വേണം നമുക്കൊരു സ്ത്രീപക്ഷ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷനും സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ പാർലമെന്റിൽ കുറ്റപത്രം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് CS സുജാത അവതരിപ്പിച്ച രേഖയിൽ ജനപക്ഷ സർക്കാർ സ്വീകരിക്കേണ്ട ബദൽ നയങ്ങളും മുന്നോട്ട് വെച്ചു. ഒരു പതിറ്റാണ്ടിനു ശേഷം പുനലൂർ തൂക്കുപാലം വീണ്ടും തുറന്നു. പ്രതിപക്ഷ പ്രതിഷേധം ഭയന്ന് മുഖ്യമന്ത്രി ചടങ്ങിനെത്തിയില്ല. പകരം മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. അതേസമയം KN ബാലഗോപാൽ MP ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കളെ ക്ഷണിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായി.
1977 ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച തൂക്കുപാലം ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. കമ്പകത്തടി ലഭിക്കാത്തതിനാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുമായില്ല. പുനലൂർ നഗരസഭയും സംരക്ഷണ സമിതിയും സംയുക്തമായി ഉയർത്തിയ പ്രതിഷേധ സമരത്തെ തുടർന്നാണ് കമ്പകത്തടി കണ്ടെത്തി നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്വാഗത സംഘ കമ്മിറ്റിയോട് ആലോചിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കോൺഗ്രസ് നേതാക്കളെ കുത്തിനിറച്ച് പാലം സമർപ്പണ ചടങ്ങ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഇടതുപക്ഷ പ്രവർത്തകർ പാലത്തിലേക്ക് മാർച്ച് നടത്തി. തൂക്കുപാലം മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും. പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ജനസഹസ്രങ്ങൾ നൽകിയ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് മാർച്ച് എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കുന്നത്. എറണാകുളം ജില്ലയിലെ 3-ാം ദിവസത്തെ പര്യടനത്തിന്റെ തുടക്കം പിറവം മണ്ഡലത്തിൽ നിന്നാണ്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ജാഥാ പരിപാടിയുടെ ഇന്നത്തെ സമാപനം. വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം നൽകിയ പ്രൗഢോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് നവകേരള മാർച്ച് മലയോര ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ അതിർത്തിയായ കറുകുറ്റിയിൽ ജാഥ പ്രവേശിച്ചതു മുതൽ ഉജ്ജ്വല വരവേൽപ്പായിരുന്നു ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ജാഥയ്ക്ക് ലഭിച്ചത്. കളമശ്ശേരിയിൽ നിന്നായിരുന്നു 2-ാം ദിവസ പര്യടനത്തിന്റെ തുടക്കം. വ്യവസായശാലകളുടെ നഷ്ടപ്രതാപത്തിന്റെ കഥ പറയുന്ന കളമശ്ശേരി സർക്കാരിന്റെ തെറ്റായ നയത്തിന്റെ ഇരകളായ വ്യവസായ തൊഴിലാളികളുടെ നാട്. വികസിത കേരളം കെട്ടിപ്പടുക്കാൻ പടനയിച്ചെത്തിയ ജാഥാനായകന് അഭിവാദ്യവുമായി ആയിരങ്ങൾ. ദേശീയപാതയുടെ ഓരത്ത് ചെമ്പട അണിനിരന്നു. തുടർന്ന് ജാഥ എത്തിയത് നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ നടന്ന ആലുവയിൽ. ഗുരുദേവൻ വിളിച്ചു ചേർത്ത സർവ്വമത സമ്മേളനത്തിന് വേദിയായ ഇടം. മതനിരപേക്ഷതയുടെ മുദ്രാവാക്യമുയർത്തി മാർച്ച് നയിച്ചെത്തിയ പിണറായിയെ അങ്ങേയറ്റത്തെ ആവേശത്തോടെ ആലുവ വരവേറ്റു. RSSന്റെ വർഗീയതയെ കോൺഗ്രസും ഉമ്മൻചാണ്ടിയും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പിണറായി പറഞ്ഞു. UDF BJP ബന്ധത്തിന് കൂടിയാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞതായും പിണറായി പറഞ്ഞു. RSSന് അക്കൗണ്ട് തുടങ്ങണം, അതിനവർക്ക് താല്പര്യം. അക്കൗണ്ട് തുടങ്ങിക്കോട്ടെ, അതിന് പിന്തുണ കോൺഗ്രസിൻ്റേത്. കോൺഗ്രസിന് മൊത്തം ജയിച്ചു വരണം. ഇപ്പം തങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്ന ആ സീറ്റ് ഒഴികെയുള്ള സീറ്റുകളിലെല്ലാം അവർ ജയിച്ചോട്ടെ, അവർക്ക് പിന്തുണ. ആർക്ക് പിന്തുണ? RSS കോൺഗ്രസിനും UDFനും പിന്തുണ. തുടർന്ന് ജാഥ കടന്നുവന്ന പെരുമ്പാവൂരും പുത്തൻകുരിശും ആവേശത്തോടെ ജാഥയെ വരവേറ്റു. ജാഥാ പര്യടനത്തിനിടെ ആലുവ അദ്വൈതാശ്രമത്തിലും പിണറായി സന്ദർശനം നടത്തി. ഊഷ്മള വരവേൽപ്പായിരുന്നു പിണറായിക്ക് അദ്വൈതാശ്രമത്തിൽ ലഭിച്ചത്. ക്യാമറമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്. നവകേരള മാർച്ചിനോടനുബന്ധിച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി രോഗികളെ സന്ദർശിച്ചു. രോഗികൾക്ക് പുതപ്പുകൾ സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ക്യാൻസർ രോഗികളുടേതടക്കമുള്ള വാർഡുകളിൽ സന്ദർശനം നടത്തി. നിത്യരോഗികളായവർക്ക് പുതപ്പുകൾ സമ്മാനിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡാലിയയ്ക്ക് കൈമാറിയാണ് വിതരണം നിർവഹിച്ചത്. രോഗികളും ആശുപത്രി ജീവനക്കാരും നൽകിയ നിവേദനങ്ങൾ കൈപ്പറ്റിയ ശേഷം ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷം ശ്രദ്ധ ചെലുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജാഥാംഗം MV ഗോവിന്ദൻ മാസ്റ്റർ, CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ MPയുമായ P രാജീവ്, CPIM സംസ്ഥാന സമിതി അംഗം CN മോഹനൻ തുടങ്ങിയവർ പിണറായി വിജയനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. BJPയുടെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കേരളത്തിലെത്തും. പാർട്ടി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ചേരും. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്രയുടെ കോട്ടയത്തെ സമ്മേളനത്തിൽ അമിത് ഷാ പങ്കെടുക്കും.
നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് കൊലപ്പെടുത്തിയ രാധയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് CPIM-ന്റെ നേതൃത്വത്തിൽ സ്മൃതി മാർച്ച് സംഘടിപ്പിക്കും. രാധയുടെ 2ാം ചരമവാർഷിക ദിനമായ ഫെബ്രുവരി 5-നാണ് CPIM-ന്റെ നേതൃത്വത്തിൽ 2 മാർച്ചുകൾ നടക്കുക. 2 വർഷം മുമ്പാണ് നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരിയായിരുന്ന രാധ മൃഗീയമായി കൊല്ലപ്പെട്ടത്. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ബിജുവായിരുന്നു കേസിലെ 1-ാം പ്രതി. ബിജുവിനെയും 2-ാം പ്രതി ഷംസുദ്ദീനെയും കോടതി ശിക്ഷിച്ചു. പക്ഷേ കേസിലെ ഉന്നതരുടെ പങ്ക് അന്വേഷിച്ചതേയില്ല. മന്ത്രിയുടെ മകൻ ആര്യാടൻ ഷൗക്കത്ത് സംശയത്തിന്റെ നിഴലിലായിരുന്നിട്ടും ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണവും നടന്നില്ല. സ്വന്തം ഓഫീസിൽ നടന്ന കൊലപാതകമായിരുന്നിട്ട് പോലും കുടുംബത്തിന് നീതി നൽകാൻ കോൺഗ്രസ് നേതാക്കളും തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് CPIM പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ 2 മാർച്ചുകൾ നിലമ്പൂരിൽ നടക്കും. നഷ്ടപരിഹാരം നൽകണമെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സ്മൃതി മാർച്ചുകൾ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മെഡിക്കൽ കോളേജ് നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിനെതിരെ വയനാട്ടിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. കഴിഞ്ഞ ജൂലൈ 12-ന് മുഖ്യമന്ത്രി തറക്കല്ലിട്ട പദ്ധതി എങ്ങും എത്താതെ നീളുന്ന സാഹചര്യത്തിൽ പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് യുവജന സംഘടനകൾ. 2012 സംസ്ഥാന ബഡ്ജറ്റിലാണ് വയനാട് മെഡിക്കൽ കോളേജ് പ്രഖ്യാപനമുണ്ടായത്. പിന്നീടും 3 വർഷം കഴിഞ്ഞായിരുന്നു തറക്കല്ലിടൽ. 2015 ജൂലൈ 12-ന് 2 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും റോഡ് നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല. ഒരു സ്വകാര്യ ട്രസ്റ്റ് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയിരുന്നുവെങ്കിലും സാങ്കേതിക കുരുക്കുകളിലാണ് പദ്ധതി. കോടികളുടെ മരങ്ങൾ വെട്ടിമാറ്റിയതൊഴിച്ചാൽ ഒന്നും നടന്നില്ല. പദ്ധതി വൈകുന്നതിനെതിരെ 16-ാം തീയതി കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് DYFI. മെഡിക്കൽ കോളേജ് ഉടൻ യാഥാർത്ഥ്യമാക്കണം, അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ പ്രക്ഷോഭം ഏറ്റെടുക്കാനാണ് DYFI വയനാട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. റോഡ് നിർമ്മാണത്തിനായി 3 കോടി രൂപ മാത്രമാണ് സർക്കാർ വകയിരുത്തിയ ആകെ ഫണ്ട്. 28 കോടി രൂപ നബാർഡ് അനുവദിച്ചതായും പറയുന്നു. വയനാടിനായി പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളെയും പോലെ മെഡിക്കൽ കോളേജും ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ വിവിധ രാഷ്ട്രീയ സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി. ദുരിതബാധിതരുടെ പട്ടിക പുതുക്കി നിശ്ചയിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. 610 പേരെ കൂടിയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തുക. സമരം അവസാനിച്ചതായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ് പ്രഖ്യാപിച്ചത്. സമരസമിതി മുന്നോട്ട് വെച്ച ഏതാണ്ട് മുഴുവൻ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചു. ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളും. ഫെബ്രുവരി 8 മുതൽ കടം കൊടുത്തു തുടങ്ങും. എൻഡോസൾഫാൻ ബാധിത മേഖലകളായ 11 പഞ്ചായത്തുകൾക്ക് പുറമെ രോഗബാധിതരെയെല്ലാം പട്ടികയിൽ ഉൾപ്പെടുത്തും. 610 പേരെ കൂടി പുതിയതായി പട്ടികയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശയ്ക്ക് പുറമെ ക്യാൻസർ രോഗികളെ കൂടി ഉൾപ്പെടുത്താനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വൈകല്യങ്ങളുള്ളവർക്ക് പുറമെ മറ്റു രോഗബാധിതരെ കൂടി പട്ടികയുടെ ഭാഗമാക്കും. ഈ പട്ടിക തയ്യാറാക്കുന്നതിനായി ഡോക്ടർമാരുടെ 3-അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരിയിൽ തന്നെ നടത്തും. ഇതിൽ ജില്ലയിൽ നിന്നുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. എൻഡോസൾഫാൻ മേഖലയിൽ ജോലി നോക്കാൻ സന്നദ്ധരായ ഡോക്ടർമാർക്ക് 20,000 രൂപ അധികമായി നൽകും. ആകെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ എണ്ണം 5837 പേരുണ്ടെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. 5837 ഈ 610 പേരൂടെ ചേർക്കുമ്പോൾ സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി സമരപന്തലിലെത്തി VS പ്രഖ്യാപിച്ചു. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 3-അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുമായിട്ട് ഇടപെട്ട് എല്ലാം തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനം 9 ദിവസമായി നടന്നു വന്നിട്ടുള്ള സമരം പിൻവലിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കൂടാതെ മന്ത്രിമാരായ VS ശിവകുമാർ, KP മോഹനൻ, MLA-മാർ, സമരസമിതി നേതാവ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, അംബികാസുധൻ മങ്ങാട് എന്നിവർ ഒത്തുതീർപ്പ് ചർച്ചയിൽ പങ്കെടുത്തു. സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. എൻഡോസൾഫാൻ സമരസമിതി ഉന്നയിച്ച എല്ലാ പ്രധാന ആവശ്യങ്ങളും സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ചാണ് ഈ ധർമ്മസമരം ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ നജീബിനൊപ്പം എൻഡോസൾഫാൻ സമരവേദിയിൽ നിന്നും S. ജീവൻകുമാർ, തിരുവനന്തപുരം. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കൃഷ്ണസ്വാമി സുന്ദര പരിപൂർണൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ന് രാവിലെ 8 മണി മുതൽ 12:30 വരെ എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. വൈകുന്നേരം 4 മണിയോടെ രവിപുരം ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും.
വികസനത്തിന്റെ പുതുവഴികൾ താണ്ടി മുന്നേറുകയാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം. എന്നാൽ സിവിൽ സ്റ്റേഷൻ നിർമ്മാണ പുരോഗതി ചുവപ്പുനാടയിൽ കുരുങ്ങുന്നതും ഗതാഗത സൗകര്യക്കുറവ് പരിഹരിക്കാൻ ബൈപ്പാസ് വേണമെന്ന ആവശ്യവും പരിഗണിക്കാതിരിക്കുന്നതും മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. കൊട്ടാരക്കര നഗരസഭയും മൈലം, കുളക്കട, നെടുവത്തൂർ, എഴുകോൺ, കരീപ്ര, വെളിയം, ഉമ്മന്നൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ 1,70,000 വോട്ടർമാരുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടർമാരുടെ പിന്തുണ നേടാനായതോടെ മണ്ഡലം പൂർണ്ണമായും ഇടതുകോട്ടയാക്കി നിലനിർത്താൻ ഐഷ പോറ്റിക്കായി. ഇത് രാഷ്ട്രീയ നേട്ടമാണെങ്കിൽ വികസന പദ്ധതികളിലും മണ്ഡലത്തെ അവർ ശ്രദ്ധേയമാക്കി. കൊട്ടാരക്കരയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി സോൾവ് ചെയ്യാനായിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമിക ഘട്ടം കടന്നു. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ടൗൺ NH MC റോഡ് സന്ധിക്കുന്നിടത്ത് ഒരു റിംഗ് റോഡ് ഉണ്ടായാൽ മാത്രമേ പറ്റൂ. അപ്പോൾ അതിന് വളരെ കഠിനമായി പ്രയത്നിച്ച് 24 ലക്ഷം രൂപ അനുവദിച്ചു. അതിൻ്റെ സർവേ നടന്നു, പൂർത്തീകരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ച റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ അതിൻ്റെ ബഡ്ജറ്റിൽ പ്രൊവിഷൻ കിട്ടി അത് യാഥാർത്ഥ്യമാക്കാൻ ഒരു വലിയ ജോലി കിടക്കുന്നുണ്ട്. എങ്കിലേ ഈ ടൗണിൻ്റെ പ്രശ്നങ്ങൾ കുറേ മാറുകയുള്ളൂ. എന്നാൽ MLAയുടെ വീഴ്ചയാണ് സിവിൽ സ്റ്റേഷൻ നിർമ്മാണം ഇഴയാൻ കാരണമെന്നും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും ഐഷ പോറ്റിക്കാവുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലം ശ്രീമതി ഐഷ പോറ്റി MLA ആയിരുന്നത് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ടൂറിസം രംഗത്ത് വളരെ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു. ആരോഗ്യരംഗത്ത് ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞു. എങ്കിലും സമഗ്രമായ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ MLAയുടെ പ്രവർത്തനം പോലും കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എളിമയും ക്ഷമാപൂർവമുള്ള പെരുമാറ്റം കൊണ്ട് ഐഷ പോറ്റി മണ്ഡലത്തിന്റെ നിറസാന്നിധ്യമായി മാറിയിട്ടുണ്ട്. കൊട്ടാരക്കര മണ്ഡലത്തിൽ വികസനം എത്തിച്ചത് എക്സ്പ്രസ് ട്രെയിനിലെന്നാണ് ഐഷ പോറ്റി MLA പറയുന്നത്. അതേസമയം പാസഞ്ചർ ട്രെയിനിൽ പോലും വികസനം എത്തിയില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. എന്തായാലും യാത്ര ചെയ്ത വോട്ടർമാർക്ക് എല്ലാം അറിയാം. കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ശബരിമല അടിസ്ഥാന വികസനവും പമ്പാ നദീ സംരക്ഷണവുമാണ് റാന്നി നിയമസഭാ മണ്ഡലത്തിന്റെ ആവശ്യങ്ങളിൽ ചിലത്. അതോടൊപ്പം റബ്ബർ കാപ്പി കർഷകരുടെ വികാരങ്ങളും മണ്ഡലത്തിൽ പ്രധാന ചർച്ചയാകും. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് റാന്നി. കർഷകർ ഏറെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. കഴിഞ്ഞ 4 തവണയായി ഈ മണ്ഡലം നിയമസഭയിൽ അറിയുന്നത് രാജു എബ്രഹാമിന്റെ പേരിലൂടെയാണ്. ശബരിമലയിലടക്കം നിരവധി വികസനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് LDF പറയുന്നതും. റാന്നിയുടെ സമഗ്ര വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. റാന്നി പാലം അടക്കം തകർന്ന സന്ദർഭത്തിൽ സമയബന്ധിതമായി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് ആശ്വാസമരുളാൻ റാന്നിയുടെ MLAയ്ക്കും അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VK നായനാരുടെ സഹായത്തോടെ കഴിഞ്ഞിരുന്നു. എന്നാൽ 20 വർഷമായിട്ട് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLA റാന്നി മണ്ഡലത്തിന്റെ വികസനത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ശബരിമല വികസനത്തിന് വേണ്ടി എത്ര കോടി രൂപയാണ് ഈ ഗവൺമെൻറ് ചെലവഴിക്കുന്നത്? കഴിഞ്ഞ ഗവൺമെൻറ്റും അത് തന്നെ. പേരൂച്ചാൽ പാലം എന്തേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നില്ല? ഇരു മുന്നണികളും ശക്തമായി തന്നെ മത്സര രംഗത്തുണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും. ഇതിനിടയിൽ BJPയും വരും. വാശിയേറിയ മത്സരങ്ങൾ തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും റാന്നി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 4 തവണ ഈ മത്സരമെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിലും ശക്തമായ ഒരു മത്സരത്തിന് കച്ചകെട്ടി തന്നെ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മത്സര രംഗത്തുണ്ടാവാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. ലൈംഗിക ബന്ധത്തിലൂടെ സിക വൈറസ് പടർന്നു പിടിക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. രോഗം പടർന്നു പിടിക്കുന്നത് തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി UN വ്യക്തമാക്കി. സിക വൈറസ് ലൈംഗിക ബന്ധത്തിലൂടെയും പകരുമെന്ന റിപ്പോർട്ട്. US-ലെ ടെക്സാസിലാണ് ലൈംഗിക ബന്ധത്തിലൂടെ സിക വൈറസ് പകർന്ന കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊതുകിലൂടെ സിക വൈറസ് പകരുന്നതായാണ് ഇതുവരെ കണ്ടെത്തിയിരുന്നത്. രോഗത്തിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കാനുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സിക വൈറസ് 23 രാജ്യങ്ങളിൽ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. സിക വൈറസ് അതിവേഗത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര തലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. നവജാത ശിശുക്കളിൽ മാരകമായ ജനിതക വൈകല്യമുണ്ടാകുന്ന സിക വൈറസ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. സിക
സിക്ക വൈറസ് ഭയാനകമായി വേഗത്തിൽ പടരുന്നതായാണ് സമിതിയുടെ വിലയിരുത്തൽ. ബ്രസീലിൽ മാത്രം 2000-ഓളം കുഞ്ഞുങ്ങളാണ് ഈ രോഗാവസ്ഥയുമായി ജനിച്ചു വീണത്. സിക്ക പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 1947-ൽ ഉഗാണ്ടയിലെ സിക്ക വനത്തിലെ കുരങ്ങുകളിലാണ് ഈ വൈറസിനെ ആദ്യം കണ്ടെത്തിയത്. വൈറസിന് ഈ പേര് നൽകിയത് അതുമൂലമാണ്. സിക്ക വൈറസ് കുട്ടികളുടെ ജനന വൈകല്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന് കേടുവരുത്തുന്നു. നാഡീവ്യൂഹത്തിന് കേടുവരുത്തി മസിലുകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം വരാനും ഈ വൈറസ് കാരണമാകും. താൽക്കാലികമായി ശരീരം തളരുന്ന രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. ന്യൂസ് ഡെസ്ക്. കായിക വാർത്തകളിലേക്ക്. കാൽപന്തിന്റെ മറ്റൊരു മാമാങ്കവുമായി എത്തുന്ന നാഗ്ജി അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിനായി കോഴിക്കോട് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 5 മുതൽ 21 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്നിവയിലായി 8ഓളം ടീമുകളാണ് ഏറ്റുമുട്ടുക. രണ്ട് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ ഫുട്ബോളിന്റെ ആരവം തീർക്കാൻ നാഗ്ജി ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം വന്നെത്തുന്നത്. ബ്രസീൽ, അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള 8ഓളം ടീമുകളാണ് മത്സരത്തിനായി എത്തിയിരിക്കുന്നത്. ദേശീയ ഫുട്ബോളിലെ കരുത്ത് പ്രകടിപ്പിക്കുന്ന ടീം അംഗങ്ങളാണ് ഓരോ ടീമിന്റെയും ശ്രദ്ധാകേന്ദ്രം. ഈ മാസം 5-ന് ആരംഭിക്കുന്ന മത്സരം 21-ാം തീയതി നടക്കുന്ന ഫൈനൽ മത്സരത്തോടെയാണ് അവസാനിക്കുക. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ആരവങ്ങളെ എതിരേൽക്കാൻ എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. മെഡിക്കൽ കോളേജ്, ദേവഗിരി, ഫറൂഖ് എന്നിവിടങ്ങളിലെ ഗ്രൗണ്ടുകളിൽ ഓരോ ടീമുകളുടെയും പരിശീലനം പുരോഗമിക്കുകയാണ്. 35,000 പേർക്കുള്ള സ്ഥിരം ഗാലറിക്ക് പുറമെ 6,000 പേർക്ക് ഇരിക്കാവുന്ന താൽക്കാലിക ഗാലറിയും ഒരുക്കിയിട്ടുണ്ട്. പാസുകൾ സൗജന്യമായിരിക്കില്ലെന്ന് നേരത്തെ തന്നെ സംഘാടകർ അറിയിച്ചിരുന്നു. കോഴിക്കോടിന്റെ മണ്ണ്, കാൽപന്തിനെ എന്നും പ്രണയിച്ച മണ്ണ്, ഇന്ത്യയിലെ തന്നെ വലിയൊരു ഫുട്ബോൾ മാമാങ്കത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഇനിയുള്ള കുറച്ചുനാൾ കോഴിക്കോടിന്റെ രാവുകൾ ഉറങ്ങില്ല എന്നു തന്നെ വേണം പറയാൻ. ഫുട്ബോളിന്റെ ആരവങ്ങൾ കോഴിക്കോടിന്റെ വീഥികളിൽ നിറയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കാൽപന്ത് കളിയെ എന്നും നെഞ്ചോട് ചേർത്ത കോഴിക്കോട്ടുകാർക്കിടയിലേക്കാണ് ഫുട്ബോളിന്റെ വസന്തം തീർത്ത് നാഗ്ജി ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം വന്നെത്തിയിരിക്കുന്നത്.